ആദമിനും കഴിവില്ല, മൂസക്കും ഈസക്കും ഇബ്രാഹീമിനും കഴിവില്ല. മുസ്തഫ ചാഹിയേ, മുസ്തഫ ചാഹിയേ, മുസ്തഫാനെ തന്നെ കൊണ്ടുവരൂ, മുസ്തഫാനെ കൊണ്ടുവരൂ. ഇത് നമ്മെ അറിയിക്കുന്നതും സഹീഹായ ഹദീസിൽ പരിശുദ്ധ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി പറയും, ഞാൻ ആ വിലക്കപ്പെട്ട കനി തിന്നിട്ട് വിഷമത്തിലാണ്, അള്ളാഹിനോട് ശുപാർശ ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പറയും, എനിക്കും വിഷമമാണ്. മൂസാ നബി പറയും, ഞാൻ ഒരാളെ കൊല ചെയ്തിട്ട് അതിന്റെ വിഷമം അനുഭവിക്കുകയാണ്, എനിക്കും അതിന് നിവൃത്തിയില്ല. ഈസാ നബിയും കാരണം പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ, കാരണം പറയാതെ ഒഴിയുന്നത് ഈസാ നബിയാണ്. ഇബ്രാഹിം നബി പറയും, ഞാൻ 3 അബദ്ധങ്ങൾ എന്റെ വന്ന കാരണത്താൽ എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലാൻ നിവൃത്തിയില്ല. അവസാനം അവർ പറയും, മുസ്തഫ ചാഹിയേ, മുസ്തഫ ചാഹിയേ, മുസ്തഫാനെ കൊണ്ടുവരൂ, മുസ്തഫാനെ കൊണ്ടുവരൂ എന്ന് അവർ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലും. ഞാൻ അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമെന്ന് മുസ്തഫ മുഹമ്മദ്, മുസ്തഫ മുഹമ്മദ്. അങ്ങനെ ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹു എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദേ ശിരസ്സ് ഉയർത്തിയാലും മുഹമ്മദേ സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഹാൻ ഫിദാ തെരെ നാമ പർ, ഈ ലോകം അങ്ങേക്ക് ദണ്ഡമാണ്. തെരെ നാമ പർ ഹോ ദറൂദ് ഭീ, നിങ്ങളുടെ പേരിന്മേലാണ് സലാത്ത്. തെരെ നാമ പർ ഹോ സലാം ഭീ, സലാമും അങ്ങയുടെ പേരിലാണ്. തുഹെ മേര മാഹ് തമാം ഭീ, നബിയേ എന്റെ പൂർണ്ണ ചന്ദ്രനും അങ്ങാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലുട്ടി ലുട്ടി മേരി സുബ്ഹ, ബുജി ബുജി മേരെ ശാം ഭീ, യാ മുഹമ്മദ് നൂറെ മുജസ്സം, യാ മുഹമ്മദ് നൂറെ മുജസ്സം, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ മുഹമ്മദ് നൂറെ മുജസ്സം, 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 യാ മുഹമ്മദ് നൂറെ മുജസ്സം. ആങ്കോൻ തെരീ ബാബേ ഹറം, അങ്ങയുടെ കണ്ണ് ഹറമിലേക്ക് തുറക്കുന്ന വാതിലല്ലയോ നബിയേ. അങ്ങയുടെ കണ്ണ് ദൃശ്യമായതിന്റെയും അദൃശ്യമായതിന്റെയും ഇടക്കുള്ള കവാടമല്ലയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളക്കരയിൽ ഇതുപോലെ ഒരു ഇതിഹാസം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിദ്, അല്ലാഹ് ചെയ്ത നിഅമത്തിനെ എടുത്തു പറഞ്ഞോ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു പറയുന്നത് അഹങ്കാരമല്ലെന്ന് അല്ലാഹ് കൽപ്പിച്ചത് കൊണ്ട് ഈ വിനീതൻ പറയുകയാണ്, ഇത് മലയാളക്കരയിൽ പുതിയ ഒരു ഇതിഹാസമാണ്. ഇത് മലയാളക്കരയിൽ ലോകത്തിലും തന്നെ ഇതിഹാസമാണ്. പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മദ്ഹിന്റെ ഈ പാരാവാരം ഇതിഹാസമാണ്. ഇത് അവസാനിക്കാത്ത സുഗന്ധമാണ്. ഇത് ഒഴുക്കവും വിട പറയാത്ത സുഗന്ധമാണ്. ഖുശ്ബൂ തെരീ ജൂവേ ഹറം, നിങ്ങളുടെ സുഗന്ധം ഹറമിന്റെ തൂമണം പോലെ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആങ്കോൻ തെരീ ബാബേ ഹറം, നിങ്ങളുടെ കണ്ണുകൾ ഹറമിലേക്ക് തുറക്കുന്ന വാതിൽ പോലെ. ഖുശ്ബൂ തെരീ ജൂവേ ഹറം, ഇൽഹാം ഹേ ജാമാ തെരാ, നിങ്ങൾ അണിയുന്ന വസ്ത്രം അല്ലാഹുവിന്റെ വഹിയാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഹേ തെരാ, നിങ്ങൾ തലയിൽ കെട്ടുന്ന തലേക്കെട്ട് ഖുർആനാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തെരാ, നിങ്ങളുടെ തലേക്കെട്ട് ഖുർആനാണ് നബിയേ. നിങ്ങളുടെ സുഗന്ധം ഹറമിന്റെ സുഗന്ധമാണ് നബിയേ. ഹറം, നിങ്ങൾ ധനികരിൽ സുൽത്താനാണ് നബിയേ. ഞാൻ അനറബിയായ ഒരു ഫക്കീറാണ് നബിയേ. ഞാൻ ആർജമികൾക്കിടയിലെ ഒരു ഫക്കീറാണ് നബിയേ. खुशबू तेरी जोवे हरम, आंखों तेरी बाबे हरम, आफाक तेरा सामाई
ഒരു സദസ്സിന്റെ മുമ്പിൽ ഈ വിനീതൻ നിൽക്കുമ്പോ മദ്ഹിന്റെ പൂക്കൾ റൗളയിലേക്ക് അയക്കുമ്പോ യാ റസൂലല്ലാഹ് नहीं तमते किसी तरह ये आंसू या रसूल अल्लाह ഈ ഒഴുകുന്ന കണ്ണുനീര് വറ്റാത്ത കണ്ണുനീരാണ് നബിയെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ലോകത്തെ മുഴുവൻ അഭിസംബോധന ചെയ്ത ആളാണ് നബിയെ. ആഫാഖ് തേരാ സാമഈൻ ജിബ്രീൽ സായി സേ അമീൻ. അങ്ങ് പ്രസംഗിക്കാൻ പ്രപഞ്ചത്തിന്റെ പീഠത്തിൽ കയറി നിന്നാൽ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൂടെ ഒരു ഖാദിമുണ്ട്. അത് റൂഹുൽ അമീനായ മലക്ക് ജിബ്രീലാണ് നബിയെ അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾക്ക് ഈ മഹത്വത്തിന്റെ മുമ്പിൽ എന്ത് സ്ഥാനം ജിബ്രീലേ? ഈ ഉന്നതമായ മഹത്വത്തിന്റെ മുമ്പിൽ നിങ്ങൾ പോലും നിസ്സാരക്കാരൻ ജിബ്രീലേ. കടന്നു പോകുന്ന സമയത്ത് സിദ്റത്തുൽ മുൻതഹയിൽ അങ്ങെത്തിയില്ലയോ നബിയെ? അവിടെ എത്തിയപ്പോ ജിബ്രീൽ യാത്ര ചോദിച്ചില്ലയോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ജിബ്രീലേ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് അവിടുന്ന് അരുളിയില്ലയോ നബിയെ? ഇനി ഇവിടെ അങ്ങോട്ട് ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് സഞ്ചരിച്ചാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുകയാണ് നബിയെ, ഞങ്ങൾ പറഞ്ഞു പോവുകയാണ് നബിയെ. ജിബ്രീലിന്റെ ചിറകുകളുടെ ഉയർച്ച എവിടെയാണോ ഉയരങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നത്, അവിടെയാണ് എന്റെ നബിയുടെ ചെരുപ്പിന്റെ ഉയർച്ച തുടങ്ങുന്നത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന്റെ ഉയർന്നു പോയ ചിറകുകൾ ഏത് ഉന്നതമായ സിദ്റത്തുൽ മുൻതഹയുടെ ഉയർന്ന് അവസാനിക്കുന്നുവോ അവിടെ മുഹമ്മദിന്റെ ചെരുപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉയർച്ച ആരംഭിക്കുന്നേ ഉള്ളൂ, അവിടെ അവസാനിക്കുകയല്ല തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ഈ മൺകുടിലൂടെ ഒന്ന് കടന്നു പോകുമോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശരീരത്തിലൂടെ, എന്റെ ഈ കൊച്ചു ജീവിതത്തിലൂടെ ഇസ്സത്തുണ്ടെങ്കിൽ അത് മുസ്തഫയാണ്, സ്ഥാനമുണ്ടെങ്കിൽ മുസ്തഫയാണ്. ഈ വിനീതൻ നെഞ്ചു തുറന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇവന്റെ ജീവിതത്തിൽ അല്ലാഹു വല്ല നിഅമത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിതാണ് മുസ്തഫാന്റെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫാന്റെ മദ്ഹല്ലാതെ വേറെ എന്ത് വിശേഷമാണ്? ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീത സദസ്സ് മുസ്തഫാന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം.